ടൂർട്ട് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അവരൊരു മലയാളിയാണ്, എലിസബത്ത് മാത്യു എന്ന് പറയുന്ന ഒരു സിംഗറാണ്. അവരത്രയേറെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർ ആ പ്രോഗ്രാമിൽ പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ യേശുവിനോട് എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ ഈ പ്രശ്നത്തിന് അദ്ദേഹത്തോട് പരാതി പറഞ്ഞിട്ടില്ല. കാരണം എനിക്കുറപ്പാണ് അദ്ദേഹത്തിന് യേശുവിന് എന്നെക്കുറിച്ചൊരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നുള്ളതൊക്കെ. അവരാ സംസാരിക്കാൻ ആ ബുദ്ധിമുട്ടുന്നതിനിടയിലും ജീവിക്കാൻ അത്രയേറെ ഈ സിൻഡ്രോം കൊണ്ട് അവർ ബുദ്ധിമുട്ടിനിടയിലും അവരത് പറയുന്നത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കിതിനോട് യോജിച്ച് പറയാൻ തോന്നുന്ന ഒരു വാചകമുണ്ട്. ബ്രെയിൻ ട്രേസി പറഞ്ഞൊരു വാചകം: നമ്മുടെ ചിന്തകൾ എന്താണോ ആ ചിന്തകളുടെ കണ്ണാടിയാണ്, റിഫ്ലക്ഷനാണ് നമ്മുടെ ജീവിതം, ലൈഫ് എന്നുള്ളത്. അപ്പം നമ്മളെങ്ങനെയാണോ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, അതായിരിക്കും നമ്മളെ ലൈഫ്, നമ്മുടെ ജീവിതം എന്താണ്. നമ്മുടെ ജീവിതം വളരെ മോശമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് മോശമാണ്. എന്നാൽ അങ്ങനെയല്ല. എല്ലാ ബുദ്ധിമുട്ടിടയിലും എലിസബത്തിനെ പോലെ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ എന്ന് ചിന്തിക്കാൻ പറ്റുകയിനാ എനിക്ക് തോന്നുന്നു ജീവിതം വളരെ മനോഹരമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ബൈ ലിപ്സ്.